ഹായ്, എവർക്കും ബ്ലാക്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇ-ശ്രാം കാർഡ് എടുത്തവരാണോ നിങ്ങൾ എങ്കിൽ ഒരു പ്രധാന കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇ-ശ്രാം കാർഡ് ഉള്ളവർ എല്ലാവർക്കും 3000 രൂപ പെൻഷൻ എങ്ങനെ നേടിയെടുക്കാം എന്ന കാര്യവും, അതുപോലെ തന്നെ ആർക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയുക, പുതിയതായി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, ഇ-ശ്രാം കാർഡ് നേരത്തെ എടുത്തിട്ടുള്ളവർക്ക് വീണ്ടും അപേക്ഷിക്കണോ, എന്തൊക്കെ രേഖകൾ വേണം, മാസം എത്ര രൂപ അടയ്ക്കണം, ഭർത്താവും ഭാര്യയ്ക്കും ചേർന്ന് എത്ര പെൻഷൻ ലഭിക്കും, ഏറ്റവും പ്രധാനമായി ഈ പദ്ധതിയിൽ നിന്ന് ലോൺ ലഭിക്കുമോ, ഇതെല്ലാം വിശദമായി ഈ വീഡിയോയിൽ. ആദ്യം തന്നെ നമുക്ക് ഈ സംശയം മാറ്റാം. ഇ-ശ്രാം കാർഡ് എന്നത് തന്നെ 3000 പെൻഷൻ തരുന്ന പദ്ധതിയല്ല. ഇ-ശ്രാം കാർഡ് എന്നത് രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ദേശീയ ഡാറ്റാബേസ് ആണ്. അതേസമയം 3000 മാസം പെൻഷൻ നൽകുന്ന പദ്ധതി PMSYM പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന ആണ്. ഇ-ശ്രാം കാർഡ് പോർട്ടലിൽ തന്നെ ഇപ്പോൾ ഫോർ പെൻഷൻ ഓഫ് 3000 മന്ത് എന്ന ഓപ്ഷൻ കാണാം. അതുകൊണ്ട് ഇ-ശ്രാം കാർഡ് എടുത്തിട്ടുണ്ട് എന്ന കാരണത്താൽ മാത്രം 3000 പെൻഷൻ ലഭിക്കില്ല. PMSYMൽ അർഹതയുണ്ടെങ്കിൽ പ്രത്യേക അംഗമാകണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, PMSYM പദ്ധതിയിൽ ചേരാൻ പ്രധാനമായും താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കണം. ഒന്നാമത്, പ്രായം. അപേക്ഷിക്കുന്ന സമയത്ത് പ്രായം 18 മുതൽ 40 വയസ്സുവരെ ആയിരിക്കണം. രണ്ടാമത്, ജോലി. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം. ഉദാഹരണത്തിന് വീട്ടുജോലിക്കാർ, തെരുവു കച്ചവടക്കാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, റിക്ഷ തൊഴിലാളികൾ, ചെറുകിട തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, മത്സ്യ തൊഴിലാളികൾ, മറ്റ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങിയവർക്ക് പദ്ധതിയിൽ അർഹത ഉണ്ടാകാം. മൂന്നാമത്, മാസവരുമാനം. മാസവരുമാനം 15,000 അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം. നാലാമത്, EPFO, ESIC, NPS പോലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമായിരിക്കരുത്. കൂടാതെ ഇൻകം ടാക്സ് പേയർ ആയിരിക്കാനും പാടില്ല. അതുകൊണ്ട് ഈ നിബന്ധനകൾ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കാവൂ. ഇവിടെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഇന്ന് അപേക്ഷിച്ചു അടുത്ത മാസം മുതൽ 3000 കിട്ടും എന്നല്ല. PMSYM ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ്. അത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ പദ്ധതിയിൽ ചേരുമ്പോൾ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിശ്ചിത തുക ഓരോ മാസവും അടയ്ക്കണം. കേന്ദ്ര സർക്കാരും അതിന് തുല്യമായ മാച്ചിങ് കോൺട്രിബ്യൂഷൻ നൽകും. അങ്ങനെ പദ്ധതിയിൽ അംഗമായി തുടർന്നുകൊണ്ട് 60 വയസ്സുവരെ നിശ്ചിത സംഭാവന അടയ്ക്കണം. 60 വയസ്സ് പൂർത്തിയാക്കിയ ശേഷം മാസം 3000 മിനിമം അഷ്യൂർഡ് പെൻഷൻ ലഭിക്കും. അതായത് ഇത് ഇപ്പോഴത്തെ അടിയന്തര പെൻഷനല്ല, ഭാവിയിൽ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയാണിത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാസം എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? ഇത് നിങ്ങളുടെ പ്രവേശന പ്രായത്തെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് 18 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് മാസത്തിൽ 55 ആണ് സ്വന്തം സംഭാവന വരുന്നത്. 25 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 80 രൂപ വരും. 30 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 105 രൂപയാണ് വരിക. 35 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 150 രൂപ പ്രതിമാസം നൽകേണ്ടി വരും. 40 വയസ്സിൽ ചേരുന്ന ഒരാൾക്ക് 200 രൂപയാണ് പ്രതിമാസം നൽകേണ്ടി വരിക. ഇതിന് തുല്യമായ തുക കേന്ദ്ര സർക്കാരും സംഭാവന ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് മാസവരിയും കൂടുന്നത്. പക്ഷേ ഈ തുക നിങ്ങൾക്ക് ലഭിക്കുന്നത് 3000 പെൻഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറിയ മാസ സംഭാവനയായി കാണാം. ഇനി അപേക്ഷിക്കുന്ന രീതി. അർഹതയുള്ള ഒരാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്റർ CSC സന്ദർശിക്കുകയാണ്. അവിടെ പോകുമ്പോൾ ആധാർ കാർഡ്, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് വിവരങ്ങൾ, മൊബൈൽ ഫോൺ എന്നിവ കയ്യിൽ കരുതുക. CSC വഴി ആധാർ ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിച്ച് PMSYM രജിസ്ട്രേഷൻ നടത്താം. ആദ്യ മാസത്തെ സംഭാവന അടച്ച ശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് സംവിധാനം ഉപയോഗിച്ച് തുക ഈടാക്കും. ഇ-ശ്രാം കാർഡ് പോർട്ടലിൽ നിലവിൽ PMSYMലേക്കുള്ള 3000 പെൻഷൻ ഓപ്ഷൻ ലഭ്യമാണ്. കൂടാതെ മൻധൻ പോർട്ടൽ വഴിയും അർഹതയുള്ളവർക്ക് സെൽഫ് എൻറോൾമെൻറ്റ് സൗകര്യം ലഭ്യമാണ്. ഇനി രേഖകൾ എന്തെല്ലാം ആവശ്യമാണ് എന്ന് നമുക്ക് നോക്കാം. PMSYM രജിസ്ട്രേഷനായി പ്രധാനമായും ആവശ്യപ്പെടുന്നത്
ആധാർ കാർഡ് ആണ്. 2 സേവിംഗ് ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട്. 3 മൊബൈൽ ഫോൺ. 4 ഓട്ടോ ഡെബിറ്റ് കൺസെൻറ്റ്. രജിസ്ട്രേഷനിൽ പ്രായവും വരുമാനവും സംബന്ധിച്ച പ്രത്യേകം രേഖകൾ നൽകേണ്ടതില്ലെന്നും സെൽഫ് സർട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയാണ് എൻറോൾമെൻറ്റ് നടത്തുന്നതെന്നും കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ വിവരങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് ആരെങ്കിലും 3000 പെൻഷൻ കിട്ടാൻ വലിയൊരു തുക കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിക്കുക. അംഗീകൃത CSC വഴിയോ ഔദ്യോഗിക മന്ദൻ സംവിധാനത്തിലൂടെയോ മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഇനി ഇ-ശ്രം കാർഡ് നേരത്തെ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇ-ശ്രം കാർഡ് ഉണ്ടെന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇ-ശ്രം കാർഡ് രജിസ്ട്രേഷൻ മാത്രം PMSYM അംഗത്വത്തിനുമായി കണക്കാക്കരുത്. നിങ്ങൾക്ക് PMSYMൽ അംഗത്വമുണ്ടോ എന്ന് പരിശോധിക്കണം. ഇ-ശ്രം കാർഡ് പോർട്ടലിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്യുപ്പേഷൻ അപ്ഡേറ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇ-ശ്രം കാർഡ് ഉള്ളവർ അവരുടെ തൊഴിൽ വിവരങ്ങളും മറ്റു വിവരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതും പലരും ചോദിക്കുന്ന കാര്യമാണ്. PMSYM പദ്ധതിയിൽ ഭർത്താവും ഭാര്യയും 2 പേരും പ്രത്യേകം അർഹരായി അംഗങ്ങളാകുകയും പദ്ധതിയിൽ തുടരുകയും ചെയ്താൽ ഇരുവർക്കും 60 വയസ്സ് കഴിഞ്ഞ് ലഭിക്കുന്ന പെൻഷൻ ചേർത്ത് മാസം 6000 വരെ ആകാം. കാരണം ഓരോ അംഗത്തിനും 3000 വീതം മിനിമം അഷ്വേർഡ് പെൻഷൻ ലഭ്യമാണ്. അതേസമയം ഒരാൾ മരണപ്പെട്ടാൽ നിബന്ധനകൾ വിധേയമായി സ്പൗസിന് 50% ഫാമിലി പെൻഷൻ ലഭിക്കും. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഇ-ശ്രം കാർഡ് ഉണ്ടെങ്കിൽ സർക്കാർ 50,000 ലോൺ, 1 ലക്ഷം ലോൺ, 2 ലക്ഷം ലോൺ കിട്ടുമോ? ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇ-ശ്രം കാർഡ് എടുത്തതുകൊണ്ട് മാത്രം ഒരു ഉറപ്പായ ലോൺ ലഭ്യമാക്കുന്ന പദ്ധതിയില്ല. അതുപോലെ PMSYM പദ്ധതിയിലും വിദ്യാഭ്യാസം, വിവാഹം, വീട് നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇൻട്രീം ലോൺ ഫെസിലിറ്റി ഇല്ലെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ FAQ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇ-ശ്രം കാർഡ് കാണിച്ച് 3000 പെൻഷനും ഉടൻ ലോണും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. മറ്റ് സർക്കാർ വായ്പാ പദ്ധതികൾക്ക് നിങ്ങൾക്ക് പ്രത്യേക അർഹതയുണ്ടാകാം. ഉദാഹരണത്തിന് സ്വയം തൊഴിൽ, ചെറുകിട ബിസിനസ് തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള വിവിധ വായ്പാ പദ്ധതികൾ വേറെയുണ്ട്. പക്ഷേ അവയെ ഇ-ശ്രം കാർഡിൻ്റെ നേരിട്ടുള്ള ലോൺ ആനുകൂല്യമെന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊരു പ്രധാന കാര്യം, ബാങ്ക് അക്കൗണ്ടിലും പണം ഇല്ലാത്തതിനാൽ മാസവരി ഓട്ടോ ഡെബിറ്റ് ആകാതെ പോയാൽ അംഗത്വം ഉടൻ എല്ലാം അവസാനിക്കും എന്നു കരുതേണ്ടതില്ല. നിശ്ചിത കുടിശ്ശികയും ബാധകമായ പെനാൽറ്റി ചാർജും അടച്ച് കോൺട്രിബ്യൂഷൻ റെഗുലറൈസ് ചെയ്യാനും വ്യവസ്ഥ പദ്ധതിയിലുണ്ട്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് സൂക്ഷിക്കുകയും മാസവരി കൃത്യമായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്? ഇ-ശ്രം കാർഡ് നേരിട്ട് 3000 പെൻഷൻ അല്ല, മാസ പെൻഷനായി പറയുന്ന PMSYM പദ്ധതിയാണ്. 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള മാസവരുമാനം 15,000 അല്ലെങ്കിൽ അതിൽ താഴെ അർഹരായ അസംഘടിത തൊഴിലാളികൾക്ക് പദ്ധതിയിൽ ചേരാം. പ്രായത്തിനനുസരിച്ച് 55 മുതൽ 200 വരെ മാസ സംഭാവന അടയ്ക്കണം. കേന്ദ്ര സർക്കാരും തുല്യമായ മാച്ചിങ് കോൺട്രിബ്യൂഷൻ നൽകും. 60 വയസ്സ് പൂർത്തിയാക്കിയ ശേഷം നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാസം 3000 മിനിമം അഷ്വേർഡ് പെൻഷൻ ലഭിക്കും. അപേക്ഷിക്കാൻ ആധാർ, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ ഫോൺ എന്നിവയുമായി അടുത്തുള്ള CSC സന്ദർശിക്കാം. പക്ഷേ ഇ-ശ്രം കാർഡ് ഉണ്ടെന്ന കാരണത്താൽ മാത്രം 3000 ഉടൻ ലഭിക്കില്ല. അതുപോലെ PMSYM പദ്ധതിയിൽ നിന്ന് നേരിട്ട് ലോൺ ലഭിക്കുന്ന സൗകര്യമില്ല. ഏറ്റവും പ്രധാനമായി വ്യാജ വെബ്സൈറ്റുകളിലും വ്യക്തികളിലും പണം നൽകാതെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രം ഉപയോഗിക്കുക. ഇ-ശ്രം കാർഡ് പോർട്ടലിൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ 14434 അല്ലെങ്കിൽ 1800889681 ആണ്. നിലവിലെ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക.